Hello dear students. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് C program to find the roots of a quadratic equation. ഒരു quadratic equationന്റെ റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള C program ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. ഈ quadratic equation എന്താണ്? അത് ആ quadratic equationൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് റൂട്ട്സ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള C program വളരെ സിമ്പിൾ ആണ്. ആദ്യം how to find the roots of a quadratic equation അത് അറിഞ്ഞിരിക്കണം. സോ quadratic equation എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് ax² plus bx plus c. ഓക്കെ, ax² plus bx plus c സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പം ഇതിൽ നമ്മൾ എയും ബിയിലും സിയുടെ വാല്യൂ എൻ്റർ ചെയ്തു. ഫോർ സപ്പോസ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം സോൾവ് 4x² minus 5x plus 1 is equal to 0 using the quadratic formula. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നോർമലി. ഇത് മാത്തമാറ്റിക്സ് നിങ്ങൾ ഓൾറെഡി മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുന്നത് നോർമലി ഇങ്ങനെയാണ് തരുന്നത്. അപ്പോൾ ഈ പറയുന്ന എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 4, ദാറ്റ് ഇസ് എ. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 5, ദാറ്റ് ഇസ് ബി. മൈനസ് 5, ദാറ്റ് ഇസ് ബി. പിന്നെ എക്സ് റേസ് ടു 0 and coefficient is 1, that is c. So അതിന്റെ ജനറൽ ഫോർമാറ്റ് ആണ് ഇത് a² plus bx plus c. അതിൽ a എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, b എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ്, c എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 0യുടെ കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത് മാത്തമാറ്റിക്സിൽ? we need to find the discriminant കണ്ടുപിടിക്കണം. that is d. അപ്പോൾ d is equal to b² minus 4ac ആണ് ഫോർമുല. ഇനി നമുക്ക് എന്ത് കിട്ടും? ബിൻ്റെ വാല്യൂ കിട്ടും, എന്റെ വാല്യൂ കിട്ടും, സിൻ്റെ വാല്യൂ കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ d കാൽക്കുലേറ്റ് ചെയ്യും. d കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ if it is less than 0 ആണെങ്കിൽ 3 types of roots ആണ് വരുന്നത്. 3 കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഡിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണോ, ഗ്രേറ്റർ ദാൻ 0 ആണോ, അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആണോ നമ്മൾ ചെക്ക് ചെയ്യുക. ഇപ്പം ഡിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ റൂട്ട്സേ ഇല്ല, 2 ഇമാജിനറി റൂട്ട്സേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇമാജിനറി റൂട്ട്സ് ഉണ്ടാവത്തുള്ളൂ. ഇനി ഡിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഒരു റിയൽ റൂട്ടേ ഉണ്ടാവത്തുള്ളൂ. ദെൻ ഡിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 2 ഡിസ്റ്റന്റ് റിയൽ റൂട്ട്സ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ വെച്ച് മാത്രം നമുക്ക് സി പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വി നീഡ് ടു input the coefficients of x² x and x raised to 0. That is, we need to enter the values of a, b and c. അപ്പോൾ എയും ബിയും സിയുടെ വാല്യൂസ് എൻ്റർ ചെയ്യുക. എന്നിട്ട് ഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. d is equal to b² minus 4ac. എന്നിട്ട് എന്ത് ചെയ്യണം? if that value d is greater than 0 ആണെങ്കിൽ റൂട്ട്സ് കണ്ടുപിടിക്കണം. ഇനി റൂട്ട്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? what is the formula of finding roots when d is greater than 0? This is the formula for finding the roots if it is greater than 0. Root 1 will be minus b plus or minus root of b² minus 4ac divided by 2a. Then root plus or minus, normally നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ? root is equal to minus b plus or minus root of b² minus 4ac by 2a. അതിൽ root 1 എന്ന് പറഞ്ഞാൽ പ്ലസ് വരും, minus b plus root of b² minus 4ac by 2a. root 2 എന്ന് പറഞ്ഞാൽ മൈനസ് ബി മൈനസ് റൂട്ട് ഓഫ് b² minus 4ac by 2a. അപ്പോൾ നമ്മൾ ജസ്റ്റ് b² minus 4ac പകരം നമ്മൾ അവിടെ എന്ത് കൊടുത്താൽ മതി? d കൊടുത്താൽ മതി അല്ലേ? ഇവിടെയും d കൊടുത്താൽ മതി, ഇവിടെയും d കൊടുത്താൽ മതി. ഓക്കെ, ഇനി if it is determinant is equal to 0 ആണെങ്കിലോ both roots are equal ആണ്, 2 റൂട്ട്സും ഈക്വൽ ആണ്, റിയലും ആണ്. റൂട്ട്സും ഈക്വൽ ആണ്, റിയലും ആണ്. സോ അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ 2a. അപ്പോൾ ഈ ഫോർമുല അറിഞ്ഞിരിക്കുക. ഇനി ലെസ് ദാൻ 0 ആണ്, ഇമാജിനറി റൂട്ട് ആയിരിക്കും. അപ്പോൾ മൈനസ് ബി ബൈ 2a, ഇത് റിയൽ പാർട്ടും, ഇതിന് നമ്മൾ റിയൽ പാർട്ട് എന്നും പറയും. ഈ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? ഇമാജിനറി പാർട്ടും വരും. സോ റിയൽ പാർട്ടിൻ്റെ ഫോർമുല മൈനസ് ബി ബൈ 2a പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ടിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഐ ഇൻറ്റു റൂട്ട് ഓഫ് b² minus 4ac by 2a.
റൂട്ട് 2 എന്ന് പറയുമ്പോൾ ബി മൈനസ് ബി ബൈ 2a, ഇവിടെ പ്ലസിന് വരെ ഇവിടെ മൈനസ് ഐ റൂട്ട് ഓഫ് മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. സോ ഇത്രയും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് പ്രോഗ്രാം നോക്കാം. നമുക്ക് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h. ദെൻ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ 3 വേരിയബിൾസും ഡിക്ലെയർ ചെയ്യണം. സോ എ ബി സി 3 വേരിയബിൾസ് ഞാൻ ഡിക്ലെയർ ചെയ്ത്, ഇനി എനിക്ക് ബി സ്ക്വയർ മൈനസ് 4ac ആ ഒരു വേരിയബിൾ, ആ ഒരു ഫോർമുല സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡി എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട്, 2 റൂട്ട് ഉണ്ടല്ലോ, R1ഉം R2. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ എൻ്റർ ചെയ്യാം. സോ എൻ്റർ ദ വാല്യൂ ഓഫ് എ ബി ആൻഡ് സി. ഇനി എന്ത് ചെയ്യുക? ഫ്ലോട്ട് ആണ്, അപ്പം എന്നിട്ട് സ്കാൻ ചെയ്യുക. ആംപ്രസൻറ്റ് പെർസെൻറ്റേജ് എഫ്, പെർസെൻറ്റേജ് ആംപ്രസൻറ്റ് എ, ആംപ്രസൻറ്റ് ബി, ആംപ്രസൻറ്റ് സി. ഇനി നമ്മൾ ആ ഫോർമുല കണ്ടുപിടിക്കുക. ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളത് ബി ഇൻറ്റു ബി മൈനസ് 4 ഇൻറ്റു എ സി. അങ്ങനെ ഡി കണ്ടുപിടിച്ചു. ഇനി എങ്ങനെയാണ്? ഡി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഫസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മളിവിടെ ഇക്വേഷനിൽ കണ്ടുപിടിച്ചു. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അതായത് നമുക്ക് എങ്ങനെ കൊടുക്കാം? മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞാൽ ഡി അല്ലേ, ഡി ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഫോർമുല. നോക്കിക്കേ, മൈനസ് ബി പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ്, ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ഉണ്ടല്ലേ, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് മാത്ത് ഡോട്ട് എച്ചിൽ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഡി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ. അതേപോലെ R2 എന്ന് പറഞ്ഞാൽ മൈനസ് ബി മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഡി ബൈ 2 ഇൻറ്റു എ. സോ നമുക്ക് പറയാം റൂട്ട്സ് റിയലുമാണ് ഡിഫറൻറ്റുമാണ്. പിന്നെ റൂട്ട് 1ൻ്റെ അകത്തുള്ള വാല്യൂ പെർസെൻറ്റേജ് എഫ്, റൂട്ട് 2ൻ്റെ അകത്തുള്ള പെർസെൻറ്റേജ് എഫ്, R1ഉം R2ഉം പ്രിൻറ്റ് ചെയ്യുക. ഇതിൽ നമുക്ക് R1ഉം R2ഉം കിട്ടും, R1 R2 പ്രിൻറ്റ് ചെയ്യാം. ഇനി എൽസ് ഇഫ് ഡിയുടെ വാല്യൂ 0 ആണെങ്കിൽ, ഡിയുടെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് എന്ത് വരും? 2 റൂട്ട്സും ഈക്വൽ ആണ്. സോ R1 = R2 = മൈനസ് ബി ബൈ 2 ഇൻറ്റു എ. അതാണല്ലോ ഫോർമുല. അപ്പം ഈക്വൽ ടു 0 വരുമ്പോഴത്തേക്കും നോക്കിക്കേ, ഈക്വൽ ടു 0 വരുമ്പോൾ മൈനസ് ബി ബൈ 2a. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മൈനസ് ബി ബൈ 2a. ഓക്കെ, ഇനി അടുത്തത് ഇതല്ലാന്നുണ്ടെങ്കിൽ, അതായത് ലെസ് ദാൻ 0 വരുമ്പോഴത്തേക്കും നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത്? റിയൽ പാർട്ട് എന്ന് വെച്ചാൽ മൈനസ് ബി ബൈ 2a. നോക്കിക്കേ, റിയൽ പാർട്ട് എന്ന് പറയുന്നത് മൈനസ് ബി ബൈ 2a. നെക്സ്റ്റ് ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഇത് റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ റൂട്ട് ഓഫ് ഡി ബൈ 2a അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇമാജിനറി പാർട്ട് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് ഡി ബൈ 2a. സോ അതാണ്. അപ്പോൾ നമുക്ക് പറയാം റൂട്ട്സ് ആർ നോട്ട് റിയൽ എന്ന് പറയാം. സോ നമ്മൾ എങ്ങനെ അത് പ്രിന്റ് ചെയ്യിപ്പിക്കും? റൂട്ട് 1 = പെർസെൻറ്റേജ് എഫ് പ്ലസ് ഐ പെർസെൻറ്റേജ് എഫ്. ഈ ഫസ്റ്റ് പെർസെൻറ്റേജ് എഫ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടും സെക്കൻഡ് പെർസെൻറ്റേജ് എഫ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടും. അപ്പോൾ പ്ലസും ഉണ്ട് കണ്ടുപിടിക്കും, നെക്സ്റ്റ് എന്താണ്? മൈനസും കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. ഫസ്റ്റ് പെർസെൻറ്റേജ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പെർസെൻറ്റേജ് എഫ് സ്റ്റാൻഡ്സ് ഫോർ റിയൽ പാർട്ടും സെക്കൻഡ് പെർസെൻറ്റേജ് എഫ് സ്റ്റാൻഡ്സ് ഫോർ ഇമാജിനറി പാർട്ടും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ 0 വരുന്ന കേസിൽ, അതായത് 4x² - 5x + 1. ഇതിൽ 4 a എന്ന് പറഞ്ഞാൽ 4, b എന്ന് പറഞ്ഞാൽ -5, c എന്ന് പറഞ്ഞാൽ 1. a 4 - 5 1.
എന്റെ വാല്യൂ ഹിയർ, എന്റെ വാല്യൂ 4, ബിന്റെ വാല്യൂ -5, സിന്റെ വാല്യൂ 1. നമുക്ക് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും ഫസ്റ്റ് റൂട്ട് റിയലും ആയിരിക്കും ഡിസ്റ്റൻറ്റും ആയിരിക്കും. ഫസ്റ്റ് റൂട്ട് 1 കിട്ടും, 0.25 കിട്ടും. നമുക്ക് നോക്കാം. 4 - 5. So 4 - 1 roots are real and different. Root 1 is equal to 1, root 2 എന്ന് പറഞ്ഞാൽ 0.25. ഓക്കെ, ഇനി ഡിസ്ക്രിമിനൻറ്റ് നമുക്ക് ഈക്വൽ ടു 0 നോക്കാം. ഈക്വൽ ടു 0 ഒരു എക്സാമ്പിൾ നോക്കിക്കേ. എന്റെ വാല്യൂ 1, ബിന്റെ വാല്യൂ -6, സിന്റെ വാല്യൂ 9. അവിടെ ഡിസ്ക്രിമിനൻറ്റിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആണ് വരുന്നത്. നമുക്ക് നോക്കാം. 1 - 6 9. സോ ഡിസ്ക്രിമിനൻറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 1 - 6 9. സോ അവിടെ നോക്കിയാൽ റൂട്ട്സ് റിയൽ ആൻഡ് സെയിം വരും. റൂട്ടിൻ്റെ വാല്യൂ 3 വരും. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്? 3 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് ലെസ് ദാൻ 0 എന്ന് നോക്കാം. ലെസ് ദാൻ 0 വരുമ്പോൾ നോക്കിക്കേ. എന്റെ വാല്യൂ എന്ന് പറയുന്നത് 1, ബിന്റെ വാല്യൂ 4, സിന്റെ വാല്യൂ 5. ബി സ്ക്വയർ -4ac എന്ന് പറയുമ്പം ബി സ്ക്വയർ ഇസ് 4 × 4 16 -4 × 1 × 4 × 1 × 1 × 5. ഓക്കെ, 16 - 20 അപ്പം എന്ത് വരും? -4 എന്ന് കിട്ടും. അപ്പം ഡിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 അല്ലേ? ലെസ് ദാൻ 0 വരുമ്പോൾ നമുക്ക് റിയൽ റൂട്ട് എന്ന് പറഞ്ഞാൽ -2 ± i വരും. നോക്കാം. 1 4 5. Roots are not real. Root 1 is equal -2 plus i 1. I into 1 means I. അടുത്ത -2 - i. സോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിസ്ക്രിമിനൻറ്റിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? റൂട്ട്സിൻ്റെ വാല്യൂസ് കിട്ടും. ഡിസ്ക്രിമിനൻറ്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇമാജിനറി റിയൽ പാർട്ട് വരും. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 2 ഡിസ്റ്റൻറ്റ് റൂട്ട്സ് വരും. ഈക്വൽ ടു 0 ആണെങ്കിൽ 1 റൂട്ട് വരും. ഓക്കെ.